പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയൊരിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ISL 11ാം സീസൺ അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെയായിരുന്നു ഈ സീസണിലെ അവസാന മത്സരം ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. ഹൈദരാബാദുമായിട്ടായിരുന്നു ആ മത്സരം. ആ മത്സരത്തിൽ ഒരു സമനിലയാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തത്. നിലവിൽ 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഈ സീസൺ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ 2 സ്ഥാനം കൂടി മെച്ചപ്പെടുത്താൻ സാധിച്ചിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ISLന്റെ പ്ലേ ഓഫ് ഇത്തവണയും കളിക്കാമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 സീസണുകളിലും ISLന്റെ പ്ലേ ഓഫ് ബ്ലാസ്റ്റേഴ്സ് ഇവാൻ മുക്കുമനോവിച്ചിന് കീഴിൽ കളിച്ചിരുന്നു. എന്നാൽ മിഗായൽ സ്റ്റാർ എന്ന് പറയുന്ന പരിശീലകൻ ഇത്തവണ ബ്ലാസ്റ്റേഴ്സിനായി എത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഈ വട്ടം പ്ലേ ഓഫ് കാണാതെ നിലവിൽ പുറത്താവുകയും ചെയ്തു. താൽക്കാലിക പരിശീലകനായി TG പുരുഷോത്തമൻ അവസാന നിമിഷമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിന്റെ സ്ഥാനം ഏറ്റെടുത്തത്. എന്നാൽ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ സാധിച്ചുമില്ല. എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിൽ, അതായത് ISLന്റെ 12ാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നിലവിൽ കാത്തിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഇപ്പോൾ IFT ന്യൂസ് മീഡിയ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും IFT ന്യൂസ് മീഡിയയുടെ അപ്ഡേറ്റിലേക്ക് കടക്കാൻ മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവ് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും പ്രധാനമായും 6 കോച്ചുമാരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് IFT ന്യൂസ് മീഡിയ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അതിൽ ബ്ലാസ്റ്റേഴ്സിന് മുൻ പരിശീലകനായ ഇവാൻ മുക്കുമനോവിച്ച് അടക്കമുള്ള പരിശീലകന്മാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: 6 പരിശീലകന്മാരെയാണ് അവരിപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത്. അതായത് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത് മോഹൻ ബഗാന്റെ നിലവിലെ പരിശീലകനായ മൊളീന, അതുപോലെ തന്നെ ഇന്റർ കാശിയുടെ ഐ ലീഗ് ക്ലബായ ഇന്റർ കാശിയുടെയും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മുൻ പരിശീലകനുമായിരുന്ന അന്റോണിയോ ലോപ്പസ് ഹബാസ്, അതുപോലെ തന്നെ ബംഗളൂരുവിന്റെ മുൻ പരിശീലകനായിരുന്ന റോക്ക, അതുപോലെ തന്നെ ഒഡീഷയുടെ നിലവിലെ പരിശീലകനായ സെർജിയോ ലൊബേറ, അതുപോലെ തന്നെ മുംബൈയുടെ മുൻ പരിശീലകനായ ഡെസ് ബെക്കിംഗ്ഹാം, അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായ ഇവാൻ മുക്കുമനോവിച്ച്. ഇത്രയും പരിശീലകന്മാരെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു അപ്ഡേറ്റ് ആണ് IFT ന്യൂസ് മീഡിയ നിലവിൽ പുറത്തുവിടുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാം പ്രാർത്ഥിക്കുന്നത് ഇവാൻ മുക്കുമനോവിച്ച് തിരികെ വരാൻ തന്നെയായിരിക്കും. എന്തായാലും ഇവാനെ കൊണ്ടുവരാൻ നല്ല സാധ്യതകൾ തന്നെ കാണുന്നുണ്ട്. കാരണം ഈ സീസണിൽ പ്ലേ ഓഫ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടില്ല. പ്ലേ ഓഫ് കാണാതെ പുറത്തായിരുന്നു. കഴിഞ്ഞ 3 സീസണുകളിലും ഇവാൻ മുക്കുമനോവിച്ചിന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിച്ചിരുന്നു. അതിൽ ഒരു തവണ ഫൈനലും അതുപോലെ തന്നെ ഒരു തവണ സെമിയും അതുപോലെ തന്നെ ഒരു തവണ പ്ലേ ഓഫും കളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവാൻ മുക്കുമനോവിച്ചിന്റെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.